ആ അതന്നെ ഇലക്ട്രിക് ബൈക്കാ. നമ്മളിപ്പോ മാസേ ഒരു 3000 രൂപ കണ്ണടിക്കണ്ട വിചാരിച്ചോ. ഞാൻ ഇന്നലെ 150 അടിച്ചു, ഇപ്പൊ വരുമ്പോ 100 അടിച്ചു. അല്ല ഇന്നലെ 200 അടിച്ചു പന്നിത്തടത്തുനിന്ന്. അപ്പൊ ഇത് നിങ്ങളുടെ വണ്ടിയല്ലേ? അല്ല അല്ല, അത് ഞങ്ങള് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. എവിടെ ഇതിവിടെ നിക്കി എടുക്കാനാണേ. ഞാൻ പറഞ്ഞുതരാം. This is the future. Evolution. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 മാസമായി വീഡിയോ കിട്ടിട്ട് അത് ചെറിയൊരു ബിസി ആയിരുന്നു, കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇലക്ട്രിക് ബൈക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മോൺസ്റ്ററിൻ്റെ. അത് ജോയി ബൈക്സിൻ്റെയാണ്, അതേ ഷോറൂം. അത് നിങ്ങൾക്കിപ്പോൾ ഈ സ്ഥലം മുമ്പ് പരിചയമുണ്ടാവും, ഈ ഷോറൂം മുമ്പ് പരിചയമുണ്ടാവും. ഇതാണ് നമ്മുടെ എറ മോട്ടോഴ്സ് ജോയി ബൈക്ക്. ഇവിടെ നിന്നാണ് നമ്മളിനി നെക്സ്റ്റ് ബൈക്ക് നോക്കാൻ പോകുന്നത്. ആ ബൈക്കിൻ്റെ പേരെന്ന് വെച്ചാൽ വോൾഫാണ്. അത് പലർക്കും അറിയുന്ന വണ്ടിയാണ്, മോൺസ്റ്ററിനേക്കാളും കൂടുതൽ അറിയുന്ന വണ്ടിയാണ്. കാരണം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു അടിപൊളി സ്കൂട്ടിയാണത് കേട്ടോ, ഇലക്ട്രിക് സ്കൂട്ടി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എന്നും പറഞ്ഞ പോലെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ തന്നെ പ്ലേ ചെയ്യുക. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം മണ്ടം കൂടെ ഇല്ല കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ എറ മോട്ടോഴ്സിൻ്റെ മാനേജർ അജ്മൽക്കയാണ്. അപ്പോൾ അജ്മൽക്ക നമ്മൾ കഴിഞ്ഞൊരു മോൺസ്റ്റർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിലും ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഈ അജ്മൽക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വോൾഫിൻ്റെ കാര്യങ്ങൾ ഈ അജ്മൽക്കനാണ് പറഞ്ഞുതരിക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സോ ഇതാണ് നമ്മുടെ സ്കൂട്ടർ, ജോയ് ഈ ബൈക്കിൻ്റെ വോൾഫ് എന്ന മോഡലാണ്. എനിക്ക് തോന്നുന്നു ജോയി ബൈക്സിന് കൂടുതലായിട്ട് വിറ്റ് പോകുന്ന മോഡലും വോൾഫ് തന്നെയാണെന്നാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ അജ്മൽക്ക് പറഞ്ഞു തരും. ജോയി ബൈക്സിന്റെ വോൾഫ് എന്ന് പറഞ്ഞ മോഡലാണിത്. ഫ്രണ്ട് ഒരു മെറ്റാലിക് ഷൈനി ലുക്കാണ് വരുന്നത്. പിന്നെ 2 ഇൻഡിക്കേറ്റർ വരുന്നത് ഹാൻഡിലിന്റെ മുകളിലാണ്. ഇപ്പോൾ പാർക്ക് ലൈറ്റ് വരുന്നിട്ടുണ്ട് നമുക്ക്. അതിന്റെ മുകളിൽ തന്നെ ഒരു LED ലാമ്പ് വരുന്നിട്ടുണ്ട്, സ്ട്രിപ്പ് പോലെ. അത് ഹെഡ്ലൈറ്റിന്റെ മുകളിലായിട്ടാണ് വരുന്നത്. അത് ഷൈനി ലുക്ക് വണ്ടിക്ക് നൈറ്റ് ഡ്രൈവ് കൊടുക്കും. ഇവിടെ വീല് വരുന്നത് അലോയ് വീലാണ് വരുന്നത്. 2 അലോയ് വീലാണ്, വിത്ത് ഡിസ്ക് ആണ് വരുന്നത്. സ്റ്റെബിലിറ്റി കൂടുതലാണ്. സ്റ്റെമ്പ് ടൈപ്പ് സസ്പെൻഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ചാണ് അടുത്ത കാര്യങ്ങൾ പറയാനുള്ളത്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. വണ്ടിയുടെ എല്ലാ വിവരവും ഇതിനകത്തുണ്ടാവും. ഇപ്പോൾ 61 വാട്ട്സ് പവറാണ് ഇപ്പോൾ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇതിനകത്ത് കാണിക്കും. ബാറ്ററി ഇൻഡിക്കേറ്റർ കാണിക്കും, സ്പീഡ് കാണിക്കും, സ്പീഡോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റും അതേപോലെ എൻജിൻ ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള ലൈറ്റും എല്ലാം ഇതിനകത്ത് കാണിക്കും. സോ നമുക്ക് ഈ വോൾഫിന്റെ സ്പീഡിനെ കുറിച്ചിട്ടൊന്ന് അറിയാട്ടോ. അപ്പോൾ സ്പീഡിനെ കുറിച്ച് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാം. നമുക്ക് വരുന്നത് 3 മോഡ് സ്പീഡ് മോഡാണ് വരുന്നത്. ഫസ്റ്റ് മോഡ് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കും. നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ സെക്കൻഡ് മോഡ്. ഇപ്പോൾ ചേഞ്ച് ചെയ്യണ സിസ്റ്റം എവിടെയാണ്? ചേഞ്ചിങ് ഒരു ബട്ടണാണ് നമുക്ക് താഴ്ത്ത് വരുന്നത്, ഒരു യെല്ലോ ബട്ടൺ. ഇവ എല്ലാത്തിലും 3 മോഡുണ്ട്. 1, 2, 3 എഴുതിയിട്ടുള്ള 3 മോഡുണ്ട്. ഇപ്പോൾ 3 മോഡാണ്. 3 മോഡ്. അപ്പോൾ ഫസ്റ്റ് മോഡിൽ നമുക്ക് 25 കിലോമീറ്റർ വരെ സ്പീഡ് വണ്ടിക്ക് ലഭിക്കും. സെക്കൻഡ് മോഡിൽ 30-35 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ തേർഡ് മോഡിൽ എത്ര? തേർഡ് മോഡിൽ നമുക്ക് 50 കിലോമീറ്റർ വരെ വണ്ടിക്ക് സ്പീഡ് ലഭിക്കും. അപ്പോൾ മാക്സിമം സ്പീഡ് 50 കിലോമീറ്റർ. അതെ. ഓക്കെ. നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി അതിനെ കുറിച്ചുള്ള കാര്യമാണ് നമുക്ക് ചോദിച്ചത്. ബാറ്ററി വരുന്നത് സാധാരണ പോലെ തന്നെ സീറ്റിന്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. സീറ്റിന്റെ അടിയിൽ മുന്നേ നമുക്കൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെയുള്ളൊരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കാണാം. ഈ ബാറ്ററി എന്ന് പറയുന്നത് 60 വാട്ട്സ് ബാറ്ററിയാണ്. 23 എച്ച് ബാറ്ററിയാണ് വരുന്നത്. 60 വാട്ട്സ് ആണ് ബാറ്ററി പവർ. ലിഥിയം അയൺ ആണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇത് ചാർജ് ആവാൻ എത്ര നേരം എടുക്കും?
ഇപ്പൊ ചാർജ് ആവാൻ പറഞ്ഞ പോലെ നമുക്ക് വരുന്നത് 0 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കഴിഞ്ഞിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 3-3.5 മണിക്കൂറാണ് മാക്സിമം നമുക്ക് എടുക്കുന്നത് ചാർജ് ചെയ്യാൻ. ഈ 3.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 60 കിലോമീറ്റർ 65 കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് ലഭിക്കും. അപ്പൊ നമ്മള് ഈ വണ്ടിയുടെ ഈ വോൾഫിന്റെ സ്റ്റൈലിഷ് ലുക്കിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ സൈഡ് നിന്ന് നോക്കാം. സൈഡ് വരുന്നത് ഒരു കർവ് ടൈപ്പാണ് വരുന്നത്. സൈഡ് ബോഡി വരുന്നത് ഒരു കർവ് ടൈപ്പാണ് വരുന്നത്. അതിനോടുമായി അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ലാമ്പ് വരുന്നത്, ബ്രേക്കിംഗ് ലാമ്പ് വരുന്നത്. അതിന്റെ അടിയിൽ തന്നെ നമുക്കൊരു LED ലാമ്പ്, ഒരു ബ്രേക്കിംഗ് LED ലാമ്പും ഒപ്പം താഴെ വരുന്നുണ്ട്. ഒരു റിഫ്ലക്ടറും മുകളിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിന്റെ ലോഗോ. അത് ഒരു അടിപൊളി ലുക്കാണ്. ഇതൊരു സ്പോർട്സ് ഇലക്ട്രിക് ബൈക്കാണോ? സ്പോർട്സ് സെഗ്മെന്റിൽ വരുന്ന വാഹനമല്ല ഇത്. സാധാരണ നമുക്കൊരു മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ബോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് എത്ര വയസ്സ് മുതൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഈ വാഹനം എന്ന് പറയുന്നത് നമുക്ക് 13 വയസ്സ് മുകളിലുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മുകളിലുള്ളവർക്ക് ഈ വാഹനം നമുക്ക് ഉപയോഗിക്കും. ആരും താഴെ ഉപയോഗിക്കാം നിയമപ്രകാരം. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 10, 12 വയസ്സ് 13 വയസ്സ് ഏജിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ഡിസൈൻ വെച്ചിട്ട് ഗേൾസിന് ബോയ്സിന് അങ്ങനെ പ്രത്യേകം സാധാരണ നമ്മുടെ സ്കൂട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഗേൾസിനാണെങ്കിൽ ഗേൾസിന്റേതായ രീതിയിൽ ഉപയോഗിക്കാം, ബോയ്സിനാണെങ്കിൽ ബോയ്സിന്റേതായ രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ഉണ്ട്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ വോൾഫിന് ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വോൾഫിന്റെ വേറെ ഒരു കളർ ചേഞ്ച് വെർഷനാണ് അവിടെ ഇരിക്കുന്നത്. അതും ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. വൈറ്റും റെഡും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ കളർ കോമ്പിനേഷനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇത് ഏത് കളറായിട്ട് വരുന്നത്? ഇത് സിൽവർ ഓറഞ്ച് മോഡലാണ് വരുന്നത്. സിൽവർ ഓറഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത് ഈ മോഡൽ. അതേപോലെ തന്നെ വൈറ്റ് റെഡ് എന്നിട്ട് വേറെ മോഡൽ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ലോഡ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ എത്ര കിട്ടും? ഇത് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു 140 കിലോ വെയിറ്റ് വെച്ചിട്ട് 12 ഡിഗ്രി ചെരിവുള്ള കയറ്റം വരെ കയറിക്കും എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ റോഡിലെ എല്ലാ കയറ്റങ്ങളും ഈ വാഹനം ആൾക്കാരെ വെച്ചിട്ട് 2 പേരെ വെച്ചിട്ട് കയറിക്കും. അതിൽ വെച്ച് മൈലേജിന് ഷോർട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. 60 മൈലേജും ഒക്കെ നമുക്ക് ലഭിക്കുന്ന. പിന്നെ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് സേഫ്റ്റി ബേർഡ് ഉണ്ട്. സാധാരണ വണ്ടികൾ കുറച്ച് 30 Nm ടോർക്കാണ് ഇനീഷ്യലി ഇതിന് വരുന്നത്. അപ്പൊ ഒരു ഇനീഷ്യലി ഒരു പുള്ളിങ് ഉണ്ടാകുന്ന സമയത്ത് ബാക്കിലെ ആൾക്കാരുണ്ടെങ്കിൽ അത് ബാക്കിൽ വിടാതിരിക്കാൻ ഒരു സപ്പോർട്ടിങ് പാഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കതില് കയറ്റം കയറുമ്പോ സാധാ വണ്ടി ഇലക്ട്രിക് വണ്ടി തമ്മിലൊരു ഡിഫറൻസിനെ കുറിച്ച് പറയാം. ഇതിൽ 250 BLDC മോട്ടറായ കാരണം നമുക്ക് കയറ്റം കയറുന്ന സമയത്ത് സാധാരണ ഒരു സ്കൂട്ടി കയറുന്ന പോലെ നമുക്ക് 2 പേര് വെച്ച് കയറ്റത്തിനകത്ത് കയറും. ഇതിന്റെ ഈ സെഗ്മെന്റിലെ ഏറ്റവും പവർ കണ്ടുള്ള ഒന്നാണ്. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ജോയി ബൈക്സിന്റെ ഇപ്പോഴുള്ള വോൾഫ് മോൺസ്റ്റർ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ല സോറി ലോബ് മോൺസ്റ്റർ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കൂടുതലായിട്ട് എടുത്തു പറയാൻ പറ്റിയ എന്തെങ്കിലും? ഇതിന് എടുത്തു പറയാൻ പറ്റിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോൺസ്റ്ററിലൊക്കെ പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു ഈ വാഹനം നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈലിന്റെ ഒരു ഇത് കാണിക്കും. മൊബൈലായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട്, വാഹനം എത്ര കിലോമീറ്റർ പോകും, നിയറസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ്, അതൊക്കെ പ്രോ അപ്ഡേഷൻ ആണ്, ഇനി വരുന്ന അപ്ഡേഷനിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കീന്റെയും അതിന്റെ റിമോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കാം. റിമോട്ട് വരുന്നത് നമുക്ക് 2 റിമോട്ടാണ് ഒപ്പം വരുന്നത്. അതിൽ റിമോട്ടിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറമെന്ന് നമുക്ക് ഓൺ ചെയ്യാം. 4 ബട്ടണാണ് വരുന്നത്. ഫസ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പുറമെന്ന് ഓൺ ചെയ്യാം. കീലെ സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യാം. ഇത് വെച്ച് വാഹനം ഓടിക്കുകയും ചെയ്യാം. അതേപോലെ നമുക്ക് രണ്ടാമതൊരു ബട്ടൺ വരുന്നത് ഇത് അലാം ബട്ടൺ ആണ്. വണ്ടി നമുക്ക് എവിടെ നിർത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നെ ലോക്കിംഗ് ബട്ടൺ. ലോക്കിംഗ് ബട്ടൺ ആണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനം പിന്നെ ആരെങ്കിലും വന്ന് ഇറക്കാനോ അതുപോലെ വണ്ടി നീക്കാനോ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അലാറം അടിക്കും. ഉദാഹരണം വണ്ടി നീങ്ങണമെങ്കിൽ ടയർ കറങ്ങില്ല, വണ്ടി ലോക്കാവും ചെയ്യും. വണ്ടി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വണ്ടി അത്രയും സേഫ്റ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിക്ക് റിവേഴ്സിംഗ് ഗിയർ ഉണ്ടോ എന്ന്? ഈ സാധാരണ വരുന്ന ലേഡീസിന് സപ്പോർട്ടിംഗ് ആയിട്ട് റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതിന് പ്രത്യേക ബട്ടൺ തന്നെ നമുക്ക് ആക്സിലേഷൻ ബട്ടണിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ റിവേഴ്സ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് വണ്ടി ബാക്കിലേക്ക് കറങ്ങുന്നതാണ്. ബാക്കിലേക്ക് കറങ്ങുന്നതാണ്. വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഡ്രൈവ് മോഡ് കൊണ്ട് 2ാമത്തെ മോഡിലേക്ക് മാറ്റി ഫ്രണ്ടിലേക്കും കറങ്ങുന്നതാണ്.
അപ്പോൾ ഇത് വോൾട്ടിനല്ലാണ്ട് വേറെ വല്ല വണ്ടി കൊണ്ടു ഗ്ലോബിനും ഇപ്പൊ വരുന്ന പുതിയ ഗ്ലോബ് പറഞ്ഞ മോഡലിൽ റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഞാൻ നെക്സ്റ്റ് വന്നിട്ട് വേറെ മോഡൽ ഉണ്ട്, അതിനകത്തും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അത്യാവശ്യം ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. 12 വോൾട്ട് പ്ലഗിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്ലഗാണിത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന. അപ്പോൾ ഇവിടെ ഇതിന് മൊബൈൽ നമുക്ക് ചാർജ് ചെയ്യാം. അതെ, മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് പോയിന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് ചാർജിങ്, ഒരു USB ചാർജിങ് പോർട്ട് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് മൊബൈൽ ചാർജ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിന് എനർജിക്ക് വണ്ടിയുടെ കിലോമീറ്റർ പോണേന് അല്ലെങ്കിൽ മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം വരും? ഇല്ല, അത് ചെറിയൊരു വാട്സാണ് മൊബൈലിനൊക്കെ ചാർജ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പൊ അത്ര വലിയ മൈലേജ് ഡ്രോപ്പോ പവർ ഡ്രോപ്പോ ഈ വാഹനത്തിന് ഉണ്ടാവില്ല മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പെട്രോൾ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് വണ്ടികൾ പൊതുവായിട്ട് ഇലക്ട്രിക് വണ്ടികൾക്ക് എന്താണ് നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് യുഗമാണ്. ഇനി വരുന്ന ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാഹനത്തിന് ചാർജ് ചെയ്യാൻ 2.9 യൂണിറ്റ് ചാർജാണ് നമുക്ക് വേണ്ടത്. അപ്രോക്സിമേറ്റ്ലി 10 രൂപ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ആ 10 രൂപക്ക് നമുക്ക് 60 കിലോമീറ്റർ ഓടാം. എന്ന് പറയാച്ചാൽ 20 പൈസ ഒരു കിലോമീറ്റർ നമുക്ക് ഏകദേശം ചാർജ് വരുന്നു. 1 കിലോമീറ്ററിന് 20 പൈസയാണ് നമുക്ക് ചാർജ് എന്ന് പറയാൻ. നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരാൾ ഡെയിലി 100 രൂപയ്ക്ക് എണ്ണ അടിക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ 100 രൂപയ്ക്ക് 100 കിലോമീറ്റർ എണ്ണ കിട്ടുക. ആ ഡെയിലി 100 രൂപയ്ക്ക് അടിക്കുന്ന ആൾ ഒരു മാസം അടിക്കാൻ 3000 രൂപയ്ക്ക് മിനിമം അടിക്കും. ആ 3000 രൂപ ചെലവ് ഇന്ധനത്തിനായിട്ട് ചെലവാക്കേണ്ടുള്ള ഒരു വർഷത്തിൽ. ഒരു മാസം ഒഴിക്കുന്നത് ആകെ 300 രൂപ ചെലവ് വരുന്നു. 300 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം സുഖസുന്ദരമായിട്ട് വാഹനം ഓടിക്കാം. അതന്നെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആണ് ഇലക്ട്രിക് ബൈക്കും തമ്മിൽ. ഇപ്പൊ മാത്രമല്ല ഇപ്പൊ കുറച്ച് മാസമായിട്ട് മുമ്പ് ഇപ്പൊ ഇലക്ട്രിക് വണ്ടി കുറച്ച് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് വണ്ടി വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് ഇലക്ട്രിക് വണ്ടി ആൾക്കാർ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഇപ്പൊ 4-5 സെയിലായി പോയിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പൊ കുറെ പേര് മേടിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയുടെ ഒരു മേന്മകൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മെയിനായിട്ട് ഫ്യൂൽ കൺസംപ്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനം 2 വർഷം ഓടിച്ചു കഴിഞ്ഞാൽ പെട്രോളിനെ അപേക്ഷിച്ച് ഈ വണ്ടി നമുക്ക് മുതലായി എന്ന് പറയുന്നത് ഒരു വർഷം ഓടിക്കുമ്പോൾ 30,000-35,000 രൂപ നമുക്ക് മിനിമം സേവ് ചെയ്യാൻ പറ്റും. 2 വർഷം ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ചെലവായ എമൗണ്ടോളം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഈ വണ്ടിയുടെ പ്രൈസിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ റോഡ് ടാക്സ് അതൊക്കെ കൂടിയിട്ടാണ് പ്രൈസ് വരുന്നത്? അല്ല, ഈ വാഹനത്തിന് നമുക്ക് റോഡ് ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല. റോഡ് ടാക്സ് ഇല്ല. ഇൻഷുറൻസ് നമ്മുടെ താല്പര്യപ്രകാരം നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് മുൻനിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. റോഡ് ടാക്സും കാര്യങ്ങളും നമ്മളിപ്പോ പോലീസ് പിടിക്കാൻ വിചാരിക്കും. അപ്പൊ ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് നമ്പർ പ്ലേറ്റ് കാണിച്ചു കൊടുത്താൽ അവര് നോക്കാണ്ട് പോകും എന്തെങ്കിലും? അതെ, ഇപ്പൊ ഈ വാഹനം എന്ന് വെച്ചാൽ നമുക്ക് നോൺ ലൈസൻസ് കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. ഇത് നമുക്ക് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് നോൺ ലൈസൻസ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം. നമുക്കൊന്നും കാണിച്ചു കൊടുക്കണ്ട, ഒരു പേപ്പർ ഇല്ല. ഇതിനൊരു കാർഡ് ഇതിനകത്തുണ്ടാവും, നമ്മുടെ അഡ്രസ്സും പേര് ഒരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് എത്ര കുട്ടിയാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും അതൊരു പ്രശ്നമല്ല. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിലത്തെ ലൈറ്റിങ്ങിന്റെ വർക്കിംഗ് ഒക്കെ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇത് ബ്രേക്ക് ലാമ്പാണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. അതിന്റെ കളറിങ് ആണെങ്കിലും LED ആണ്, ഒരു പ്രത്യേക രസം തന്നെയാണ്. സോ നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. ഇതിന്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്യൂബ്ലെസ് ടയർ തന്നെയാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ വണ്ടിക്ക് എന്താ ഇലക്ട്രിക് ബൈക്കിനൊക്കെ എന്താണ് സൗണ്ട് ഇല്ലാത്തതുണ്ടാക്കുക. ഇത് സൗണ്ട് പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാണ്. പുതിയ സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ അങ്ങനെയാണ്, സൗണ്ട് പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. അതായത് സൊല്യൂഷൻ ടു പൊല്യൂഷൻ, അങ്ങനെയാണ് ഈ ഇലക്ട്രിക് ബൈക്കുകളുടെ പൂർണ്ണമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മുമ്പേ പറഞ്ഞു റിവേഴ്സ് ഗിയറിന്റെ ഒരു ഓപ്ഷൻ, റിവേഴ്സ് മോഡ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഓക്കെ. പിന്നെ ഈ വണ്ടിയുടെ റിവേഴ്സ് ഗിയറിന് വലിയ സ്പീഡൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് എങ്ങാനും കുഴിയിൽ പെടുക അല്ലെങ്കിൽ ഇപ്പോൾ ഉന്താൻ ഒരാളെ സഹായം വേണ്ട സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ റിവേഴ്സ് ഗിയറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ വിരിച്ചുകൊണ്ടേ മതി. കണ്ടോ, കുഴപ്പമില്ലാത്തൊരു സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം.
മോഡ് 2. മോഡ് 3. ആ അതന്നെ ഇലക്ട്രിക് ബൈക്കാ. നമ്മളിപ്പോ വണ്ടിക്കൊക്കെ വണ്ടി തെറ്റപ്പാ കൊറേ ഉണ്ട്. ഇപ്പൊ കൊറേ കറുത്ത് ഇറങ്ങിണ്ട്. നമ്മളിപ്പോ മാസേ ഒരു 3000 രൂപ കണ്ണടിക്കണ്ട് വിചാരിച്ചോ. ഞാൻ ഇന്നലെ 150 അടിച്ചു. ഇപ്പൊ വരുമ്പോ 100 അടിച്ചു. അല്ല ഇന്നലെ 200 അടിച്ചു. ഇപ്പൊ 100 അടിച്ചു. ഇതിപ്പോ ഇതിനിപ്പോ ഒരു കൊല്ലത്തിന് 3000 രൂപ ചെലവ് വരുന്നുള്ളൂ. നമ്മളെങ്ങനെ കറണ്ട് കുത്തിയൊക്കെ വീട്ടിലാ വീട്ടില് വീട്ടില് ഒരു എത്ര കിലോമീറ്റർ വിട്ട് നടക്കണ്ടോ ഇതിന് സ്പീഡോ? അല്ലടാ നമ്മള് ചാർജില് എത്ര 60 ഇതുണ്ട്. അത് നിങ്ങൾക്ക് കൊല്ലത്തില് 3000 രൂപ വരുന്നുള്ളൂ. ഇതിപ്പോ ആദ്യം എത്ര കൊടുക്കണം? അതറിയില്ല. ഷോറൂം അവിടെ ഞങ്ങൾ ഫസ്റ്റിന് വന്നാണ്. യൂട്യൂബില് അത് നിങ്ങളുടെ വണ്ടിയല്ലേ? അല്ല അല്ല അത് ഞങ്ങള് ടെസ്റ്റ് ഡ്രൈവ് പഠിക്കുന്ന. ഇത് എവിടെ എടുക്കാനുണ്ടേ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതാണ് ഇപ്പൊ നമ്മള് സെക്കൻഡ് ഗിയറിലാണ് കേട്ടോ വിടുന്നത്. ഒരേ പുള്ളി അതിലൊന്ന് സോ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസിങ്ങും ബാക്കി ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവരുടെ നമ്പർ, അതിൻ്റെ ഒരു ലിങ്ക്, വാട്സപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.